Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Then W is equal to root of x square plus y square plus z square. Where x is equal to cos theta, y is equal to sin theta, z is equal to tan theta. And theta is equal to pi by 4 using chain rule. ഇത് മെയ് 2019 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ W containing 3 variables. ഏതൊക്കെയാണത്? X, Y, Z. X ലെ തീറ്റ മാത്രമേ ഉള്ളൂ, Y ലെ തീറ്റ, Z ലെ തീറ്റ. നമ്മൾ ഇങ്ങനെ ഒരു ചെയിൻ വരയ്ക്കാം. ചെയിൻ നോക്കിയിട്ട് നമ്മൾ ഫോർമുല എഴുതാം. നമ്മുടെ ഫോർമുല എന്താണ്? dW by d theta. Since W containing 3 variables, X, Y, Z, therefore നമ്മൾ W നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dou W by dou X into x containing only one variable theta. About dx by plus. Now, y which is dou w by dou y. Take the partial derivative into y only variable dy by d theta plus. Add the dou w by dou z into dz by d. So, now let's change not get a formula. W ലെ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്തെടുത്തത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എടുത്തത്. എക്സിൽ ഒരു വേരിയബിൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്തെടുത്തത് ഡി എക്സ് ബൈ ഡി തീറ്റ. അതേപോലെ തന്നെ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി തീറ്റ, ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ്. ഇത് നമ്മൾ ഈ ഫോർമുലയിലേക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഡബ്ല്യു ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഈ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്താണ്? റൂട്ട് എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? d by dx of root x. എന്ന് പറഞ്ഞാൽ 1 by 2 root x ആണ്. ആ ഒരു ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1 by 2 into root of x square plus y square plus z square into 2x. dx by d theta എന്താണ്? x എന്ന് പറഞ്ഞാൽ cos theta ആണ്. ആ cos theta നമ്മൾ theta വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ആയി. First time value. രണ്ടാമത്തെ ടൈം ഡോ ഡബ്ല്യു ബൈ ഡോ വൈ 1 by 2 into root of x square plus y square plus z square into 2y into dy by d theta. Y എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ആണ്. സൈൻ തീറ്റ ഡിഫറൻസിയേഷൻ എന്താണ്? കോസ് തീറ്റ. ഇനി അടുത്ത ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ്. ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് എന്താണ്? 1 by 2 into root of x square plus y square plus z square into 2z into dz by d theta എന്താണ്? tan theta differentiation 6 square theta. ഇനി നമ്മൾ ഈ 2 ഉം 2 ക്യാൻസൽ ചെയ്ത് അറിയാം. ഈ 2 ഉം 2 ക്യാൻസൽ ചെയ്ത് 2 ഉം 2 ക്യാൻസൽ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് x ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? x ന് പകരം നമുക്ക് cos theta എന്ന് കൊടുക്കാം. അപ്പോൾ x is equal to cos theta into minus sin theta divided by താഴെ നമുക്ക് നോക്കാം root of x ന് പകരം cos സ്ക്വയർ തീറ്റ നോക്കണം. x ന് cos സ്ക്വയർ തീറ്റ പ്ലസ് y ക്ക് sin സ്ക്വയർ തീറ്റ പ്ലസ് z ന് tan സ്ക്വയർ തീറ്റ. z സ്ക്വയർ ആണ് tan സ്ക്വയർ തീറ്റ. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ടേമിൽ നോക്കി y ക്ക് പകരം എന്ത് കൊടുക്കണം? sin തീറ്റ ഇൻറ്റു cos തീറ്റ ബൈ താഴെ നമുക്ക് നോക്കാം x ന് പകരം cos സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റ പ്ലസ് tan സ്ക്വയർ തീറ്റ പ്ലസ് z ന് പകരം കൊടുക്കണം tan തീറ്റ ഇൻറ്റു 6 സ്ക്വയർ തീറ്റ ബൈ റൂട്ട് ഓഫ് cos സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റ പ്ലസ് tan സ്ക്വയർ തീറ്റ. ഇനി നോക്കാം ഇവിടെ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ cos സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. 1 പ്ലസ് tan സ്ക്വയർ തീറ്റ എന്താണ്? 6 സ്ക്വയർ തീറ്റയാണ്. 6 സ്ക്വയർ തീറ്റ റൂട്ട് എന്താണ്? 6 തീറ്റ. അപ്പൊ കോമൺ LCM എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? sec തീറ്റ. കോമൺ LCM sec തീറ്റ. കാരണം cos സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റ 1 ആണ്. 1 പ്ലസ് tan സ്ക്വയർ തീറ്റ 6 സ്ക്വയർ തീറ്റയാണ്. റൂട്ടിന് പുറത്തോട്ട് വരുമ്പോൾ sec തീറ്റ. ഇത് തന്നെയാണ് എല്ലായിടത്തും. ഇനി ന്യൂമറേറ്ററിൽ നോക്കാം മൈനസ് cos തീറ്റ sin തീറ്റ പ്ലസ് sin തീറ്റ cos തീറ്റ പ്ലസ് tan തീറ്റ 6 സ്ക്വയർ തീറ്റ. ഇവിടെ ഈ cos തീറ്റ sin തീറ്റ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ tan തീറ്റ ഇൻറ്റു 6 സ്ക്വയർ തീറ്റ ഒരു sec തീറ്റ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി നമുക്ക് എന്ത് കിട്ടി? tan തീറ്റ sec തീറ്റ.
നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? dw/d theta at theta is equal to pi/4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ tan pi/4 into sec pi/4. tan pi/4 എത്രയാണ്? 1 ആണ്. sec pi/4 sec 45 ഡിഗ്രി ആണ്. That is √2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? √2 എന്നാണ് ആൻസർ. അപ്പോൾ dw/d theta ആൻസർ നമുക്ക് എന്ത് കിട്ടി? √2 എന്ന്. ഇവിടെ നമ്മൾ ചെയ്തത് ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ആ ഫംഗ്ഷൻ w is equal to √(x²+ y² + z² ആയിരുന്നു. അപ്പോൾ w യിൽ 3 വേരിയബിൾസ് ഉണ്ട്. x, y, z ഉണ്ട്. പക്ഷെ x ൽ ഒരു വേരിയബിൾ തീറ്റയുള്ളൂ, y ൽ ഒരു വേരിയബിൾ ഉള്ളൂ, z ൽ തീറ്റയുള്ളൂ. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഫോർമുല ഡെവലപ്പ് ചെയ്തു. ആ ഫോർമുലയിലേക്ക് വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിന് സിംപ്ലിഫൈ ചെയ്തു. അവസാനം തീറ്റയ്ക്ക് നമ്മൾ pi/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? √2 എന്നാണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.